ഈ പാലം പൊളിഞ്ഞു വീണു. അതെന്ത് അനാസ്ഥയാണ് ആ സാധനത്തിനകത്ത്. പിന്നെ ഇപ്പോൾ ഒരു ആക്സിഡൻ്റ് ആണെന്ന് വിചാരിക്കും, ഒരു വണ്ടി വന്ന് ഇടിച്ചൊരു പോസ്റ്റ് മറിച്ചാൽ അത് അവിടെ ഹൈലൈറ്റ് ആവും. അവിടെ നിൽക്കുന്ന ആരെടുത്ത് അപ്ഡേറ്റ് ചെയ്താലും അത്ര നേരം കൊണ്ട് ഈ സാറിന് KSEB ആരാണോ കൺസേൺ ഡിപ്പാർട്ട്മെൻറ്റ് അവരത് കറക്റ്റ് ചെയ്യുന്നിടം വരെ നമുക്ക് ഫോളോ അപ്പ് ചെയ്യണം. അത് നമ്മുടെ ഫോണിൽ തന്നെ കാണുവാണെങ്കിൽ അത്ര നന്നായി. എല്ലാവരും അറിയുന്നുണ്ട്, എല്ലാവരും പെട്ടെന്ന് ഈ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഒരു ജോലിക്കൊരു സമയമുണ്ട്, അതിനുള്ളിൽ അത് തീർക്കുക എന്നുള്ളതാണ് ആദ്യത്തെ സാധനം. ഈ ഇടയ്ക്ക് ഈ സർക്കാർ വന്നപ്പോൾ മുഹമ്മദ് റിയാസ് അങ്ങനെ ഒരു ആപ്പ് ഉണ്ടാക്കി. ഇപ്പോൾ റോഡിന്റെ കുഴിയുടെ കാര്യം മാത്രം പറഞ്ഞാൽ കുഴി എവിടെയുണ്ടോ നിങ്ങൾക്ക് പടമെടുത്ത് അപ്ലോഡ് ചെയ്യാന്നൊക്കെ പറഞ്ഞിരുന്നു. അതൊക്കെ ഞാൻ പറഞ്ഞില്ല, അതൊരു സാധാരണക്കാരന് ഫോളോ അപ്പ് ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങൾക്ക് അതിന്റെ പ്രൊജക്ടിന് എത്ര കോസ്റ്റ് ആയെന്ന് അറിയാൻ പറ്റത്തില്ല. ഇവിടുത്തെ ഒരു കൊട്ടേഷനും കോൺട്രാക്റ്റും കൺസ്ട്രക്ഷൻ അടക്കം തൊട്ട് അവിടെ വരെയുള്ള സ്ഥലത്തും അഴിമതി നടക്കുന്നുണ്ട്. കാരണം ഏറ്റവും അങ്ങേറ്റത്ത് നിൽക്കുന്നിടത്ത് ഒരു 5 കട്ടയെങ്കിലും അടിച്ചുകൊണ്ട് പോകും എന്ന് പറഞ്ഞാൽ ഈ നാടിന്റെ അവസ്ഥ. ഇപ്പോൾ പച്ചക്കറിയിൽ വിഷം വരുന്നു, അത് എന്ന് നമ്മൾ അവസാനം ആശുപത്രിയിലെത്തുമ്പോൾ അവിടെ അവരൊന്ന് വെട്ടിക്കിട്ടുന്നു. ഇതൊരു ലൂപ്പിൽ പെട്ടേക്കുക, കറപ്ഷന്റെ ലൂപ്പാ. എല്ലാവരും കറപ്റ്റഡ് ആണെന്നുള്ളതല്ലേ എനിക്കും ഉണ്ടാവും. അപ്പം നമ്മൾ വ്യക്തികളെ വിശ്വസിക്കുകയോ അല്ലെങ്കിൽ അങ്ങനെ ഒരാൾ പറയുന്നതുകൊണ്ടോ ചെയ്യേണ്ട കാര്യമല്ല ഇത്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ പറഞ്ഞ സാധനമായിട്ട് ഇറങ്ങി വന്ന് എന്നെ വിശ്വസിക്കണം, എനിക്ക് വോട്ട് ചെയ്യണം, അതൊന്നുമല്ല. ഈ ഒരു രീതിയിൽ ഒരു സിസ്റ്റമാറ്റിക് ചേഞ്ച് വരുമ്പോഴേ ഈ പറഞ്ഞ സാധനമൊക്കെ നിൽക്കത്തുള്ളൂ. അല്ലാതെ ഒരാളെ വിശ്വസിച്ചിരുന്നു കഴിഞ്ഞാൽ എനിക്ക് ചിലപ്പോൾ നാളെ എൻ്റെ കിളിയങ്ങ് പോയി, ഞാനെന്തോ തലയിൽ വെള്ളയ്ക്ക വീഴുവോ എല്ലാം സംഭവിച്ചു കഴിഞ്ഞാൽ ഇവർ ഈ പറഞ്ഞ പോലെ ഇവർ പിന്നെയും ഞാൻ പറയുന്നത് വിശ്വസിക്കും. ഇല്ല, അങ്ങനെ പറ്റുന്നുണ്ട് ഇവിടെ. ആദ്യം വന്നപ്പോൾ എല്ലാവരും നല്ലവരൊക്കെയായിരുന്നു, പക്ഷെ കുറച്ച് കഴിയുമ്പോഴത്തേന് കറക്റ്റഡ് ആവുന്നു, കോടീശ്വരന്മാരാകുന്നു. ഇവരുടെ സാലറി വെച്ചിട്ട് നോക്കുമ്പോൾ എനിക്കറിയത്തില്ല ഈ മന്ത്രിമാർക്ക് കമ്മീഷൻ കിട്ടുന്ന എന്തൊരു സ്കീം ഉണ്ടോന്ന്. അതൊന്നുമില്ല. പക്ഷെ ഇവരെല്ലാം കോടീശ്വരന്മാരുടെ, ഇവിടെ സ്വത്തെല്ലാം അങ്ങ് കൂടുക. അങ്ങനെ വരുമ്പോൾ തന്നെ അറിയാമല്ലോ അത് പോയി. പിന്നെ അഴിമതി എന്ന് പറഞ്ഞ രീതിക്ക് കണക്ക് കൂട്ടി നോക്കി ഇതുവരെയുള്ള കോഴ അഴിമതിയും കണക്കെടുത്ത് നോക്കിയ കോടികളാണ്. ഞാൻ ആ കോടി സേവ് ചെയ്യാനാണ് പറയുന്നത്. ഇവിടെ ഡെവലപ്മെന്റ് നടക്കുന്നില്ലെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല, ഡെവലപ്മെന്റ് ഒക്കെ നടക്കുന്നുണ്ട്. പക്ഷെ കുറച്ച് നഷ്ടം ഇതിന്റെ കൂട്ടത്തിൽ ഇവരുണ്ടാക്കുന്നുണ്ട്. ഈ പാലം പൊളിഞ്ഞു വീണു, അതെന്ത് അനാസ്ഥയാണ് ആ സാധനത്തിനകത്ത്. അങ്ങനെ പൊളിയരുത്. അല്ലെ എന്ത് കൺസ്ട്രക്ഷൻ ഒക്കെ വളരെ മോശമാണ്. റോഡിന്റെ കാര്യത്തിലാണെങ്കിൽ ഈ പാലത്തിലൊക്കെ ഗുഡു 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 ഇങ്ങനെ ലോകത്തൊട്ടൊന്നും പാലമില്ല. ഇത് പാലം പണിത് കഴിയുമ്പോൾ കണ്ടിട്ടുണ്ട് ഈ അറ്റത്ത് വരുമ്പോഴത്തേന് ചാട്ടമാണ്. അതൊക്കെ അവർ ചെയ്യുന്ന പണിയുടെ തെറ്റുകളാണ്. അത് ലോകത്തൊരിടത്തും ഇല്ല. അങ്ങനെ എവിടെ പോയാലും നമുക്ക് ഇങ്ങനത്തെ കാഴ്ച കാണാൻ പറ്റത്തില്ല. ഞാനും വിദേശത്തൊക്കെ ജോലി ചെയ്തു, യാത്ര ചെയ്തു, ഒരിടത്തും ഇങ്ങനത്തെ സിസ്റ്റം അല്ല.